നമ്മുടെ ചിന്തകളെയാണ് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നമ്മളെ അയലോകക്കാരോ നമ്മുടെ ബന്ധുക്കളോ വന്നിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കൂടുപാത്രം ചെയ്താൽ ഫലിക്കും എന്ന് പറയുന്നത് തെറ്റാണ്. ഒരു കാര്യം കൂടെ പറയാം. കൂടുപാത്രം ആഭിചാരം എന്ന് പറയുന്നത് കേരളത്തിൽ നിയമം മൂലം നിരോധിച്ചിട്ടുള്ളൊരു കാര്യമല്ല. ഇവിടെ നിയമവിരുദ്ധമായ പ്രവൃത്തിയായിട്ട് അങ്ങനെ നിയമം മൂലം നിരോധിച്ചിട്ടില്ല. ചെയ്യുന്നവരെ ചിലപ്പോൾ ഒറ്റപ്പെടുത്തുമായിരിക്കും, വാട്ടവറിറ്റി, പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല. കേരളത്തിൽ എവിടെങ്കിലും ക്രിസ്ത്യനെ ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുന്നു, കോഴിക്കോട് നിന്ന്, എവിടെങ്കിലും കൂടുപാത്രം ചെയ്ത് കൊടുക്കപ്പെടും എന്നൊരു ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പരിഹാരം ചെയ്ത് കൊടുക്കപ്പെടും. പരിഹാരം ചെയ്യപ്പെടും. ഇത് പിന്നെ ആരാണ് ഈ കൂടുപാത്രം ചെയ്യുന്നവർ? ഞാനൊരു വെല്ലുവിളി പോലെ പറഞ്ഞു, കൂടുപാത്രം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു നമ്പർ ഷെയർ ചെയ്യൂ എന്ന് പറഞ്ഞു. ഇതേവരെ ആരും ഷെയർ ചെയ്തില്ല. കാരണം ഞാൻ പോയി അവരെ കൊണ്ട് കൂടുപാത്രം ചെയ്യുക, ഞാൻ പറയുന്ന ഒരാൾക്ക് ഇത്ര നാൾ കൊടുക്കും, 10 വർഷത്തിനകം വലിക്കുമെന്ന് പറയരുത്. കൂടിപ്പോയ 2-3 ആഴ്ച, 1 മാസം കൊടുക്കും. 1 മാസത്തിനുള്ളിൽ ഞാൻ പറയുന്ന ആൾക്ക് അവരെന്നോട് പറയുന്ന ഓഫർ ചെയ്യുന്ന ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കണം. പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ കേവലം, ഞാൻ എപ്പോഴും പറയുന്നത്, ഇത് ഹൈന്ദവ ആളുകൾ മാത്രം വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കരുത്. ഞാൻ ദുബൈയിൽ പോയപ്പോൾ 2 പെൺകുട്ടികൾ, 2 ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള പെൺകുട്ടികളും ഒരു ഹൈന്ദവ പെൺകുട്ടിയും ഞങ്ങളൊരു സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ കുട്ടികൾ ഇത് വിശ്വസിക്കുകയാണ്. ഈ ബ്ലാക്ക് മാജിക് കൂടുപാത്രം ചെയ്ത് നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ കുഞ്ഞുങ്ങളെ? അവർ പറഞ്ഞുണ്ട്, ഞങ്ങൾക്ക് അറിയാവുന്ന ആളുണ്ട്. ഞാൻ പറഞ്ഞു ശരി, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി എനിക്കൊന്ന് നമ്പർ തരുമെന്ന് പറഞ്ഞു. ഫെബ്രുവരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇതേവരെ ആ നമ്പർ അവർ തന്നിട്ടില്ല. ഞാൻ ഈ ഇടയ്ക്കൊന്ന് മെസ്സേജ് അയച്ചു, ഹലോ നമ്പർ കിട്ടിയില്ലേ? അപ്പോൾ കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പം ഇല്ല, കൂടുപാത്രം ചെയ്തു കൊടുക്കുന്ന ഒരാൾ വേണ്ടേ? ഇത് ഞാൻ പറയുമ്പോൾ ഈ ഹൈന്ദവ വിശ്വാസം, ഏത് വിശ്വാസം ആയിക്കോട്ടെ, അവരൊന്ന് ജസ്റ്റ് ഒന്ന് ലോജിക്ക് ഉപയോഗിച്ചൊന്ന് ചിന്തിക്കട്ടെ. എടാ, കൂടുപാത്രം ചെയ്തു കൊടുക്കുന്നത് ആര്? അങ്ങനെ ഒരാൾ വേണ്ടേ? ഇപ്പം ജ്യോതിഷികൾ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കുന്നുണ്ട് ചില ആളുകൾ. ഞാൻ ഇടയ്ക്കൊക്കെ ആരൊക്കെ ലിങ്കൊക്കെ അയച്ചേർന്ന് വെച്ച് കാണുന്ന. എന്നാൽ പിന്നെ ഇവർ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ അടി ഉണ്ടാക്കുന്നത്? കൂടുപാത്രം ചെയ്താൽ പോരി. ഇഷ്ടമില്ലാത്തവരുത്തനെ അപ്പോഴേ കൂടാതെ എന്നെ നശിപ്പിച്ചുകൂടെ? ഞാൻ ഇതിനെതിരെ എന്നും പറയുന്നല്ലേ, ശരി തെളിയിക്കാൻ ഇവനെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇതൊരു മൈൻഡ് ഗെയിം ആണോ? ഏത്? നമ്മൾ ഈ കൂടോത്രം അല്ലാതെ വിശ്വസിച്ചാൽ പ്രശ്നമാണ്, വിശ്വസിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല.